ഹായ് ഗൈസ്, വെൽക്കം ടു എസെൻഷ്യൽ കെയർ. എൻ്റെ പേര് സുജിത്. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ചാനൽ മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് കുറച്ച് നല്ല പുതിയ കാണാൻ ഭംഗിയുള്ള യൂസ്ഫുൾ പ്രോഡക്ട്സ് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു മീഡിയമാണ് ഈ ഒരു ചാനൽ. ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനും. ഇപ്പോൾ പല പ്രൊഡക്ട്സും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കത് എസ്തെറ്റിക് ലുക്ക് കുറച്ച് അതിന് കുറവാണ്. നമ്മൾ എന്താ പറയുക, അത് കുറച്ചുകൂടി ബെറ്റർ ആക്കിക്കൂടെ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് മേ ബി നമ്മൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയമാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങി നിങ്ങൾക്ക് റിവ്യൂ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചാനലല്ല. അപ്പോൾ എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളത് സ്റ്റാർട്ടിങ് മുതൽ അത് അതിൻ്റെ ഫൈനൽ പ്രോസസ്സ് വരെ, എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ഡിസൈൻ തൊട്ട് ഫൈനൽ ഒരു പ്രൊഡക്റ്റ് വരെ എങ്ങനെ അത് കൊണ്ടുപോകുന്നു, എങ്ങനെ അത് വരുന്നു എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു പ്രൊഡക്റ്റ്, എന്താണ് ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഒരു തിങ്കിങ്ങിൻ്റെ പുറത്ത് ഇട്ടൊരു വീഡിയോ, ഇടാൻ പോകുന്നൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതുവരെയും എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, അതിനെക്കുറിച്ച് ഓൺലൈൻ സെർച്ച് ചെയ്യണം, ആ പ്രൊഡക്റ്റിനെ എങ്ങനെ നമുക്ക് ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തിങ്ക് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി, ഒരു സ്കെച്ച് ഉണ്ടാക്കി, അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് കൊണ്ടുപോയി ഫൈനൽ പ്രൊഡക്റ്റിൽ വരെ എത്തിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവും, ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജിൽ ഫസ്റ്റ് നമ്മൾ പ്രൊഡക്ട്സ് എല്ലാം ലോഞ്ച് ചെയ്യും, മേ ബി ആഡ്സ് എല്ലാം അതിൽ റൺ ചെയ്യും, പ്രൊമോഷൻസ് അതിൽ റൺ ചെയ്യും. അതിനെ ബേസ് ചെയ്ത് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങും. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഈ ചാനലിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ഇടും. എങ്ങനെ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് വരില്ലേ, അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നു, എന്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ ചെയ്തതിന് എന്ത് പ്രൊഡക്റ്റാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനെ ബേസ് ചെയ്തിട്ട് കറണ്ട് മാർക്കറ്റിലുള്ള എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് അതിനെ എങ്ങനെ ബെറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തിങ്ക് ചെയ്ത്, ഇപ്പോൾ ചില ആൾക്കാർക്ക് ചിലതായിരിക്കും ഇഷ്ടം, അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഫിക്സ് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റ് കുറച്ച് ബെറ്റർ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവരാനാണ് ഒരു പ്ലാൻ. അതാണ് ഒരു ആക്ഷൻ പ്ലാൻ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നടക്കണം. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്, നമ്മൾ വർക്കൗട്ട് ചെയ്യും, പ്രാക്ടിക്കലി നമ്മൾ ഇതിനെ കൊണ്ടുവരും എന്നാണ് എനിക്കൊരു ഉറപ്പുള്ളൂ. സോ ഇനീഷ്യലി എൻ്റെ കുറച്ച് എന്താ പറയുക, 3D പ്രിൻറ്റേഴ്സും അതേപോലെ കുറച്ച് സബ്ലിമേഷൻ്റെ അതിന് കുറച്ച് സാധനങ്ങൾ എൻ്റെ ഓൾറെഡി ഉണ്ട്. സോ ആ ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്യാനുള്ള പരിപാടി. സോ എവറിത്തിങ് ഇൻട്രൊഡ്യൂസിങ് ഇൻ ദിസ് ചാനൽ വിൽ ബി നമ്മൾ തന്നെ ഓൺ പ്രൊഡക്ഷൻ ആയിരിക്കും. ഒരു അതിൽ റോ മെറ്റീരിയൽസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങി അസംബിൾ ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഈ ചാനലിൽ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രോസസ്സും ഉണ്ടാകും. സോ യു ഗെറ്റ് ആൻ ഐഡിയ ഹൗ ദിസ് ഇസ് മെയ്ഡ്. അപ്പോൾ അതൊക്കെയാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ എനിക്ക് മെയിനായിട്ട് ഈ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എൻ്റെ ജീവിതം നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മിസ്സിങ് ആവുന്നത് അത് തന്നെയാണല്ലോ ബാക്കിയുള്ളവർക്ക് ഉള്ളത്. ഇപ്പോൾ നമുക്ക് ചിലത് നോക്കും, അത് ഉണ്ടാവില്ല മാർക്കറ്റിൽ, സോ അത് നമ്മൾ വിടും. അതിന് പകരം നമുക്കത് എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നുകൊണ്ടാണ് ഞാൻ ഈ മെയിനായിട്ട് തുടങ്ങാനുള്ള കാരണം. സോ ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ വർക്ക് ഔട്ട് എന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ വിൽ ഫൈൻഡ് ഔട്ട് എ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ മാക്സിമം ഞാനതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. ദെൻ വിൽ വർക്ക് ഔട്ട് ഹൗ വി ഗോണ ഇംപ്രൂവ് ദാറ്റ് പ്രൊഡക്റ്റ്. എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, വെറുതെ ചുമ്മാ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം ഫസ്റ്റ് തിങ്. സെക്കൻഡ്, ആ പ്രൊഡക്റ്റിനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ചിലവർക്ക് ഒരു എസ്തെറ്റിക് ലുക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ് എസ്തെറ്റിക് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണം എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും.
പ്ലസ് വളരെ യൂസ്ഫുൾ ആയിരിക്കണം. ഭംഗി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് രണ്ടും കൂടി കൂടിച്ചേർന്നിട്ടുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ എന്തൊക്കെയാണ് മിസ്സിങ് എന്നുള്ളത് നോക്കി, നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണോ നോക്കി അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി. നമുക്കിപ്പോൾ ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ചെയ്യുന്ന മാതിരിയൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സായിരിക്കും ഈ ഒരു ചാനലിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ എല്ലാവരും ചാനൽ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജിലിടുക, കമൻറ്റ് ബോക്സിലിടുക. സോ ഞാനതിൽ വർക്കൗട്ട് ചെയ്യാം, നിങ്ങളുടെ ഐഡിയാസും വർക്കൗട്ട് ചെയ്യാം. സോ കുറച്ച് ഇപ്പം ചിലവർക്ക് ഐഡിയ ഉണ്ടാവും, ചില എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചിരുന്ന് ഐഡിയ ഉണ്ടാക്കിയിട്ട് അതിന് നമുക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജിൽ തിരിച്ച് അത് ഉണ്ടാക്കാൻ ശ്രമിക്കാം. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ചാനലിലൂടെ പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ശ്രീജിത്ത്.